എക്സ്ക്യൂസ് മീ, ചേട്ടാ ഈ ഇലക്ഷൻ നീട്ടി വെക്കും തോറും. ഗുഡ് ഈവനിങ് ഡോക്ടർ. ഗുഡ് ഈവനിങ്. കുറച്ചു ദിവസമായി ഞാൻ ഇങ്ങോട്ട് വരണമെന്ന് വിചാരിക്കുന്നു. ഇന്നേ അതിന് സമയം കിട്ടിയുള്ളൂ. ഈ ഡോക്ടർമാരെ കാണാൻ സമയത്തിന് വേണ്ടി കാത്തിരിക്കരുത്. ആവശ്യം തോന്നിയ ഉടനെ വരണം. തടി അല്പം കൂടുതലാണ്. അങ്ങനെ തോന്നുന്നില്ലല്ലോ. അല്ല, കൂടുതലാണ്. കുറയ്ക്കാം. വയസ്സ് എത്രയായി? വയസ്സോ? എത്രയായാലും 27 പറഞ്ഞാൽ മതി. ഞാൻ അവരോട് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഡോക്ടർ മാധവൻകുട്ടി MD, ഇരുനിറം, വയസ്സ് 27, തടി അല്പം കൂടുതലാണ്. അല്ല, നിങ്ങളാരാ? ഇവിടെ എന്താ ഇടപാട്? ഞാൻ കല്യാൺ കുമാർ, കമ്പ്യൂട്ടറൈസ്ഡ് യൂണിവേഴ്സൽ മാരേജ് അലയൻസ് ബ്യൂറോ. അത് ശരി, ബ്രോക്കറാണ് അല്ലേ? എന്നെ ബ്രോക്കർ എന്ന് വിളിക്കരുത്. അതിലൊരു ചീപ്നെസ് ഉണ്ട്. മാരേജ് അസംബ്ലർ എന്നാക്കണം. ഐ എം എൻ എഡ്യൂക്കേറ്റഡ് യങ് മാൻ, SSLC. ഞാൻ സ്വയം കണ്ടെത്തിയ തൊഴിലാണ്. സ്വാതന്ത്ര്യം തോക്കിൻ കുഴലിലൂടെയാണെന്ന് ആരോ പറഞ്ഞിട്ടുള്ളതുപോലെ കല്യാണം കമ്പ്യൂട്ടറിലൂടെ മാത്രം എന്ന് ഞാൻ പറഞ്ഞു. വിവാഹിതരാകാൻ പോകുന്നവരുടെ ഡാറ്റ കളക്ട് ചെയ്ത് കമ്പ്യൂട്ടറിൽ ഫീഡ് ചെയ്യുന്നു. അനുയോജ്യരായ ദമ്പതികളെ കമ്പ്യൂട്ടർ തെരഞ്ഞെടുക്കും. വളരെ നല്ല കാര്യം. ഡോക്ടർക്ക് പറ്റിയ ഒരു കേസ് എന്റെ തടഞ്ഞിട്ടുണ്ട്. അതൊന്ന് ആലോചിച്ചാൽ. അനിതകുമാരി, കുവൈറ്റിൽ നഴ്സാണ്. ഡോക്ടറാണെന്നാണ് പുറത്ത് പറയാറ്. ഒരു 10-17 കൊല്ലത്തെ സർവീസ് കാണും. അപ്പൊ ഒരു 10-35 വയസ്സാണോ അല്ലേ? കുറച്ച് കൂടുതലാണ്. കുറയ്ക്കാൻ കമ്പ്യൂട്ടറിന്റെ സഹായത്തിന്. ഉടനെ കല്യാണം നടത്തിയാൽ ഡോക്ടർക്ക് ഗൾഫിൽ ഒരു ജോലി ഷുവർ. എല്ലാം കുറപ്പിക്കാം. വേണ്ട, ഞാൻ എൻഗേജ്ഡ് ആണ്. റിയലി എൻഗേജ്? ഏതാണ്ട്. ഡോക്ടർ, ഒരു ചെറിയ പ്രോബ്ലം. പറയും. ഒരു 10 മണീസ് as a token of gratitude and as a loan to buy a computer. You know my hardships and troubles. മോളെ എന്താ നോക്കി നിൽക്കുന്നതെന്ന് അയ്യപ്പൻപിള്ള പറയട്ടെ. പഴയ പവിഴ മല്ലിച്ചെടി അല്ലേ? അതെല്ലാം വെട്ടിക്കളഞ്ഞില്ലേ മോളെ? മോളിങ് വന്നേ. ഈ സ്ഥലം ഏതാണെന്ന് ഓർമ്മയുണ്ടോ? ഇവിടെയാണ് മോള് പണ്ട് അച്ഛന്റെ ജുബയുടെ സ്വർണ്ണ ബട്ടം കൊണ്ടെന്ന് കുഴിച്ചിട്ടത്. എന്നിട്ട് അച്ഛൻ അരിശം കയറി പച്ചീർക്കിലിയുമായിട്ട് മോളെ അടിക്കാൻ ഓടിച്ചപ്പോ മോളും അയ്യപ്പൻ പിള്ളയും കൂടി മച്ചിന്റെ മോളിൽ കയറി ഒളിച്ച ഓർമ്മയില്ലേ? ഇപ്പൊ ഓർമ്മയുണ്ട്. ആ ഓർമ്മ കാണും. കാരണം അയ്യപ്പൻ പിള്ളക്ക് നല്ല ഓർമ്മയാണ്. ഗുഡ് ഈവനിങ്. നിങ്ങൾ ആരാ? നല്ല ഫീച്ചേഴ്സ്, നല്ല ഹൈറ്റ്, നല്ല ഷേപ്പ്. നിങ്ങൾ ആരാണെന്ന്? എത്ര വയസ്സായി? 63. നിങ്ങൾ ആരാണെന്ന് പറഞ്ഞില്ലല്ലോ. ഞാൻ കല്യാൺ കുമാർ, മാരേജ് അസംബ്ലർ. കുട്ടിക്ക് രാജകുമാരനെ പോലൊരു പയ്യനെ ഞാൻ ആധുനിക ശാസ്ത്ര സംഗീതത്തിലൂടെ കൊണ്ടുവരും. ഓ, അപ്പൊ താൻ ബ്രോക്കർ ആണല്ലേ? കുട്ടി അച്ഛനോട് പറയൂ കല്യാണം കഴിപ്പിക്കുന്ന കുമാർ വന്നിരിക്കുന്നത്. പ്ലീസ്. എന്നെ ബ്രോക്കർ എന്ന് വിളിക്കരുത്, മാരേജ് അസംബ്ലർ എന്ന് വിളിക്കണം. കാരണം പഴയ ബ്രോക്കർമാരുടെ രീതി അല്ല എന്റേത്. കംപ്ലീറ്റ് ഇലക്ട്രോണിക് സിസ്റ്റം. ഇലക്ട്രോണിക് സിസ്റ്റം വിശ്വസിക്കാൻ കഴിയുന്നില്ലല്ലേ? ഈ വിഷയത്തെ കുറിച്ച് വളരെയധികം പഠിച്ചതിന് ശേഷമാണ് ഞാൻ ഈ തൊഴിൽ തിരഞ്ഞെടുത്തത്. കമ്പ്യൂട്ടറിലൂടെ നടക്കുന്ന ഒരു വിവാഹ ബന്ധങ്ങളും ഒരു കാരണവശാലും തകരാറില്ല. കാരണം മനഃശാസ്ത്രപരമായ ഒരു സമീപനമാണ് കമ്പ്യൂട്ടർ നടത്തുന്നത്. സ്ത്രീക്കോ പുരുഷനോ ഷൈസോഫ്രീനിയ, സോംനാംബുലിസം, അക്യൂട്ട് മെലങ്കോളിയ, ഹൈഡ്രോഫോബിയ എന്നീ മനോരോഗങ്ങൾ ഉണ്ടെങ്കിൽ അതേ മനോരോഗങ്ങളുള്ള സ്ത്രീയുമായോ പുരുഷനുമായോ മംഗല്യ ചരടിൽ കോർത്തുവിടാം. ദാമ്പത്യം ശുഭമായി. വധുവിന് അനുയോജ്യനായ വരനെയെ കമ്പ്യൂട്ടർ തിരഞ്ഞെടുക്കൂ. വിദേശത്തൊക്കെ ഈ രീതി ഫോളോ ചെയ്ത് വളരെയധികം വിജയിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെയൊക്കെ ആണല്ലോ ഈ വിവാഹ മോചനങ്ങൾ കൂടുതൽ നടക്കുന്നത്. അതെന്താ? അതൊരു പക്ഷേ യന്ത്ര തകരാറുണ്ടായിരിക്കും. ആഫ്റ്റർ ഓൾ മെഷീൻസ്. കുറച്ച് കഴിയട്ടെ, അവൾ വന്നതല്ലേ ഉള്ളൂ. സാവകാശമായിട്ട് നമുക്ക് ആലോചിക്കാം. മതി. അതിനിടയ്ക്ക് അലവലാതി ബ്രോക്കർമാരെ ഇടപെടുത്തി സാറിന്റെ സ്റ്റാറ്റസ് കളയരുത്. ഞാൻ ഇടയ്ക്ക് മുറയ്ക്ക് വന്ന് ഡാറ്റ കളക്ട് ചെയ്തുകൊണ്ടിരിക്കാം. കമ്പ്യൂട്ടർ ഫീഡ് ചെയ്യാനുള്ള മെറ്റീരിയൽസ് ആണല്ലോ. ദമ്പതികൾക്ക് ശോഭനമായ ദാമ്പത്യ ജീവിതം സംഭാവന ചെയ്യുക എന്നുള്ളതാണ് എന്റെ ഉദ്ദേശം. എന്റെ ഉദ്ദേശത്തിൽ ശുദ്ധിയില്ലേ സാർ? ഉണ്ടുണ്ട്, വേണ്ടോളം ഉണ്ട്. അത് മതി സാർ, ഇത് മതി. ഇത് രൂപയ്ക്ക് 80 പൈസയെ കിട്ടൂ. മോള് വന്നിങ്ങ് കയറിയതേ ഉള്ളൂ. അപ്പോഴത്തേക്കും വിവാഹ ബ്രോക്കറായി, വിവാഹമായി.
ഇതെന്ത് കഥ? ഒരു പെൺകുട്ടിയുടെ അച്ഛന് സന്തോഷമുള്ള കാര്യങ്ങളല്ലോ ഇതൊക്കെ. வாங்க மச்சான் வாங்க வந்த வழிய பார்த்து போங்க வாங்க மச்சான் வாங்க வந்த வழிய பார்த்து போங்க. ഹായ്, നല്ല ഫീച്ചേഴ്സ്, നല്ല ഹൈറ്റ്, നല്ല ഷേപ്പ്. കുട്ടി എന്തേ ഇതുവരെ എന്റെ കമ്പ്യൂട്ടറിൽ പെടാഞ്ഞേ? എന്താ പേര് പറയൂ. ദേവൂട്ടി. എത്ര വയസ്സായി? കാണുന്നത്രയൊന്നും ആയിട്ടില്ല. അതെനിക്ക് കണ്ടപ്പോഴേ മനസ്സിലായി. എങ്കിലും 26 ആയില്ല. 24 മതി. വയസ്സ് കുറച്ച് പറയുന്നതാണ് കമ്പ്യൂട്ടറിന് നല്ലത്. നിങ്ങൾക്ക് പറ്റിയൊരു കേസ് എന്റെ കൈവശമുണ്ട്. 27 വയസ്സുള്ള ഒരു ചെറുക്കാരൻ. നിങ്ങൾ ബ്രോക്കറാ? എന്നെ ബ്രോക്കർ എന്ന് വിളിക്കരുത്, മാരേജ് അസംബ്ലർ. 420 എന്റെ നമ്പറാണല്ലോ. നിങ്ങൾക്ക് അനുയോജ്യനായ പുരുഷൻ ഞാനാണ്. ഒരു ബ്രോക്കറെ കല്യാണം കഴിക്കേണ്ട ഗതികേട് ഈ ദേവൂട്ടിക്ക് വന്നിട്ടില്ല. ബ്രോക്കർ അല്ല, മാരേജ് അസംബ്ലർ. എന്റെ ദൈവമേ, ഞാനിത് ആരോട് പറയും? ഉപലാമാര അവമാനം ഉണ്ടാക്കി. See the mountains kiss high heaven, and the waves clasp one another. No sister flower would be forgiven if it disdained its brother. And the sunlight clasps the earth, and the moonbeams kiss the sea. What is all this sweet work worth, if thou kiss not me? See the mountains kiss high heaven, and the waves clasp one another. No sister flower would be forgiven if it disdained its brother. And the sunlight clasps the earth, and the moonbeams kiss the sea. What is all this sweet work worth, if thou kiss not me? The fountains mingle with the river, and the rivers with the ocean. The winds of heaven mix forever with a sweet emotion. Nothing in the world. നിർത്തണ്ട, മോള് പഠിക്കുന്നത് കാണാൻ വന്നതാ അച്ഛൻ. വായിച്ചോളൂ. മോള് വായിക്ക്. നിന്നെ മടിയിലിരുത്തി ഹരിശ്രീ എഴുതി പഠിപ്പിക്കുന്നത് അച്ഛൻ എത്ര സ്വപ്നം കണ്ടതാണെന്നോ. അക്ഷരമാലയിലെ ആദ്യാക്ഷരങ്ങളും ചൊല്ലിക്കൊണ്ട് എന്റെ മോളെ ഈ വീട് മുഴുവൻ ഓടി നടക്കുന്നത് കാണാൻ ഒന്നിനും ഭാഗ്യമുണ്ടായില്ല. ഈ പ്രായത്തിലെങ്കിലും എന്റെ മോള് പാഠങ്ങൾ വായിക്കുന്നത് അച്ഛനൊന്ന് കേൾക്കട്ടെ. വായിക്ക്. The fountains mingle with the river, and the rivers with the ocean. The winds of heaven mix forever with a sweet emotion. Nothing in the world is single, all things by a law divine. In one spirit meet and mingle, why not I with thine? See the mountains kiss high heaven, and the waves clasp one another. No sister flower would be forgiven if it disdained its brother. ഇതാരാ മോളെ? മോളുടെ കൂട്ടുകാരിയാണോ? അതെ. മിടുക്കിയാണല്ലോ. എന്താ ഇവളുടെ പേര്? പേര് സൂസന്ന. ഹോസ്റ്റൽ മേറ്റ് ആണല്ലേ? അതെ. എവിടെയായി കുട്ടിയുടെ വീട്? അത് പിന്നെ ആ കുട്ടിക്ക് വീടില്ല. വീടില്ലേ? ഇല്ല. അച്ഛനും അമ്മയില്ലാതെ അനാഥയാണ്. രേവതി, നിന്റെ ഈ കൂട്ടുകാരി പഠിക്കാൻ എങ്ങനെ? മിടുക്കിയാണോ? അതെ. ആ, എങ്കിൽ അവളോട് മോള് പോയി പറയണം അവൾ അനാഥയല്ലെന്ന്. അവൾ കണ്ടിട്ടില്ലാത്ത ഒരു അച്ഛൻ അവൾക്ക് ഇവിടെ ഉണ്ടെന്ന്. ദൈവം അച്ഛന് കൈ നിറയെ പണം തന്നു. ഒരുപാട് പേരെ അച്ഛൻ സഹായിച്ചു, പഠിപ്പിച്ചു. മോളുടെ കൂട്ടുകാരിക്ക് എത്ര വരെ പഠിക്കണോ അത്ര വരെ അച്ഛൻ പഠിപ്പിക്കാം. ആ, നേരം കളയണ്ട, മോളിരുന്ന് പഠിച്ചോളൂ. ആ, വൈദ്യരോ?
ഇവിടെ എന്താ ആയുർവേദ വിധിപ്രകാരം തയ്യാർ ചെയ്യപ്പെട്ട ഒരു കുഴമ്പിന്റെ മണം? പിന്നെ കുഴമ്പ് തേച്ചാ പിന്നെ മണ്ണെണ്ണയുടെ മണം ഉണ്ടാവുക. സരസൻ വരൂ, വരൂ. ഈ കൊമ്പനാനയ്ക്കുണ്ടാക്കിയ അരഞ്ഞാണം അണ്ണാൻ ചുറ്റിയാ ശരിയാവൂ? എടോ, ബാലമ്മ എന്നെ ഞാൻ പ്രത്യേകം തയ്യാറാക്കിയ കുഴമ്പ് താനെടുത്ത് തേച്ചിട്ട് എന്താ കാര്യം എന്നാ ഞാൻ ചോദിച്ച്. ഞാൻ പറഞ്ഞു പോലും മനസ്സിലായോ? ആട്ടെ, തനിക്കിപ്പോ എന്താ അസുഖം? എന്താ കുഴപ്പം? എനിക്കിങ്ങനെ ഇങ്ങനെ കഥകളിയൊന്നും വേണ്ട, കഥകളിയൊന്നും വേണ്ട. അല്ല, എവിടെയാ വേദന വെച്ചാ പറഞ്ഞാ മതി. ഈ 2 സന്ധികളിലും ഭയങ്കര വേദന. ഏത് സന്ധിയിലാ വേദന? വലത്തെ സന്ധിയിലാണോ അതോ ഇടത്തെ സന്ധിയിലാണോ? 2 സന്ധിയിലുണ്ടേ. എന്നാ ഒരു കാര്യം ചെയ്തോളൂ, വലത്തെ സന്ധിയും കൂടെ വെച്ചോളൂ. അത് ബൊമ്മ, ഇതൊന്ന് പിടിക്കേ. എനിക്ക് രണ്ടും ഒരുപോലെ തോന്നിയേ. അതാ. അയ്യോ, എന്താണ് ആളെ പഠിപ്പിക്കാ? വൈദ്യരെ, വൈദ്യരെ, ഇതിന് മരുന്നില്ല. ഷോ, അലോപ്പതിയില് ആയുർവേദത്തിലുണ്ട്. എന്താന്ന് വെച്ചാ ഒന്ന് പറഞ്ഞേ. ഇവിടെ നല്ല കോഴിമുട്ട കിട്ടുവോ? പിന്നെ ഇഷ്ടം പോലെ ഇല്ല ഇവിടെ. തുടരുത്, തുടരുത്. ഇവിടെ നല്ല ഉരുളക്കിഴങ്ങ് കിട്ടുവോ? ഞാൻ തൊടില്ല. തൊടണം. അതിനെന്താ, ഇഷ്ടം പോലെ ഉരുളക്കിഴങ്ങ് അടുക്കളയുണ്ടല്ലോ. അടുക്കളയെന്നല്ല, പുറമേന്ന് വാങ്ങണം. വാങ്ങിച്ച് ഉരുളക്കിഴങ്ങ് ഇങ്ങനെ തൊലി കളയുക, എന്നിട്ട് 2ആയി കഷ്ണിക്കുക. കഷ്ണിച്ച് അതിന് നടുക്കുന്ന് കുറച്ച് തുറന്ന് കളയുക. എന്നിട്ട് ഇവിടെ പച്ചക്കറി കിട്ടുവോ? പിന്നെ ഇഷ്ടം പോലെ അടുക്കളയിലില്ലേ. അടുക്കളയെന്നല്ല, പുറമേന്ന് വാങ്ങണം. അത് വാങ്ങിച്ച് ആ പച്ചക്കറി കുറച്ച് ഇരുന്ന് നിറയ്ക്കുക, എന്നിട്ട് അടയ്ക്കുക. അടച്ച് ഇവിടെ വാഴവള്ളി കിട്ടുവോ? എന്താ ഈ പറയുന്നത്? ഇഷ്ടം പോലെ വാഴയുള്ള സ്ഥലല്ലേ, വള്ളി കിട്ടില്ലേ? ഇവിടെ നിന്നല്ല, പുറമേന്ന് വാങ്ങണം. വാങ്ങിച്ച് വാഴവള്ളിനെ കൊണ്ട് കെട്ടി ഇവിടെ നല്ല വെളിച്ചെണ്ണ കിട്ടുവോ? എന്താ ഈ ചോദിക്കണേ? തെങ്ങുള്ള സ്ഥലല്ലേ, ഇഷ്ടം പോലെ വെളിച്ചെണ്ണ അടുക്കളയിലുണ്ട്. ഇവിടെ നിന്നല്ല, പുറമേന്ന് വാങ്ങണം. അതെ, പുറമേന്ന്. അത് ശരി, അത് ശരി. വാങ്ങിച്ച് ഇവിടെ ചീനിച്ചട്ടി അടുപ്പത്ത് വെക്കുക, എന്നിട്ട് അടിയിൽ തീ കത്തിക്കുക, എന്നിട്ട് അതില് വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിക്കുക. വെളിച്ചെണ്ണ തിളച്ചിങ്ങനെ വരുമ്പോ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇതിലിടുക. ഇട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ വരുമ്പോ അതിങ്ങനെ മുരിഞ്ഞിങ്ങനെ വരുമ്പോ വരുമ്പോ ഒന്നും ചെയ്യരുത്, ഒന്നും ചെയ്യരുത്. അതെടുക്കുക, കൈകൊണ്ടല്ല, ചട്ടം കൊണ്ടെടുത്ത് വാങ്ങി വെക്കുക. എടുത്തിട്ട് ചൂടാറാൻ അനുവദിക്കുക. അനുവദിച്ച് ചൂടാറുമ്പോ ഇങ്ങനെ 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 ഒന്നും ചെയ്യരുത്. അതെടുത്ത് കൊണ്ടുപോയി ഏതെങ്കിലും പ്ലാവിന്റെ ചോട്ടി കൊണ്ടൊന്ന് കുഴിച്ചിടുക. പ്ലാവിന്റെ ചോട്ടി കൊണ്ട്? അത് തന്നെ. പുറമേയുള്ള പ്ലാവിന്റെ ചോട്ടില്ല, ഇവിടത്തെ പ്ലാവിന്റെ ചോട്ടി കുഴിച്ചിടുക. എടോ, താനേ ഈ കുഴമ്പല്ല, താൻ കസ്തൂരിയാതി ലേഹ്യം കഴിച്ചാലും ശരി, തന്റെ ഈ ആകെയുള്ള ഒരു പുകച്ചോ ദേഹപ്പോച്ചില് അത് മാറില്ല. കാണിക്കാൻ പോണേ. എന്താ മനസ്സിലായില്ല എനിക്ക്? എന്താണ് താനെ കുത്തിക്ക് വരിക? ഉച്ചീവകണ്ടെടുത്ത് പിച്ചിപ്പൂ വെച്ച കിളി പച്ചമരത്തോട്ടത്തിലെ മെയ്തെന്ന് சொன்னாங்க. മോളിവിടെ വന്ന ദിവസം തൊട്ട് ഞാനൊരു കാര്യം ചോദിക്കണം ആലോചിച്ചിരിക്കായിരുന്നു. മോളുടെ അമ്മയുടെ അനിയത്തി ഒരാളുണ്ടായിരുന്നില്ലേ, ഓമന ചേച്ചി, അവരിപ്പോ എവിടെയാ? അവര് ഇപ്പോ കൊയിലാണ്ടില്ലല്ലേ അവരെ അയച്ചിരുന്നത്? അതെ, അവരിപ്പോഴും കൊയിലാണ്ടി തന്നെയാ. യോ, എന്നെ വലിയ സ്നേഹമായിരുന്നു. മോളുടെ അമ്മയുടെ കൂടെ വരുമ്പോഴൊക്കെ എന്നെ എപ്പോഴും വിളിച്ച് കാശ് തരും. അന്ന് ഞാൻ തീരെ കൊച്ചായിരുന്നു. എത്ര മക്കളുണ്ട് അവർക്ക്? അവർക്ക് മക്കളില്ല ദേവുട്ടിയമ്മേ. മക്കളില്ലെന്നോ? അന്ന് തന്നെ ഉണ്ടായിരുന്നല്ലോ 2 പെൺകുട്ടികള്. അവരുണ്ട്, വേറെ മക്കളില്ലെന്നാ ഞാൻ പറഞ്ഞത്. മോളുടെ മുത്തച്ഛൻ പണ്ട്. ഞാനൊന്ന് കുളിക്കാൻ നോക്കട്ടെ. ചൂടുവെള്ളം വേണോ? വേണ്ട. എന്നാ പിന്നെ പുഴയിൽ കുളിച്ചൂടെ? നമുക്കായിട്ട് തനിച്ചൊരു കടവുണ്ട്. വേണ്ട, ഞാൻ കുളിമുറി കുളിച്ചോളാം. എനിക്ക് ഈ അടച്ചിട്ട മുറി കുളിച്ചാലേ ദേഹം വൃത്തിയായെന്നേ തോന്നൂല. നല്ല വെള്ളം നീന്തി തുടിച്ചങ്ങ് കുളിക്കണം. ഒറ്റ കുഴപ്പേ ഉള്ളൂ, നമ്മളെപ്പോലെ കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടികളെ കുളിക്കാൻ ഇറങ്ങിയാലേ പാത്തും പതുങ്ങി നോക്കി നിൽക്കാൻ ചില ആമ്പിളരുണ്ടാവും. അളിയന്നടി റക്കമ്മ പല്ലാക്ക്.
മോളിരിക്കെ. ഇതൊക്കെ നിന്റെ ഫോട്ടോകളാണ്. കണ്ടോ, ഇത് മോക്ക് 6 മാസം പ്രായമുള്ളപ്പോൾ എടുത്ത ഫോട്ടോയാണ്. ഇത് 1 വയസ്സുള്ളപ്പോൾ എടുത്ത ഫോട്ടോ. ഇത് കണ്ടോ, പാല് കുടിക്കാത്തതിന് അമ്മ ദേഷ്യപ്പെട്ടപ്പോ മോള് കരഞ്ഞു. അന്ന് നിന്റെ കരച്ചിൽ മാറ്റാൻ അച്ഛനെടുത്ത ഫോട്ടോയാണിത്. മോക്ക് 3 വയസ്സ് കഴിയുന്നതുവരെയുള്ള എല്ലാ ഫോട്ടോകളും ഇതിലുണ്ട്. എന്റെ മോളെ കാണണമെന്ന് തോന്നുമ്പോഴൊക്കെ അച്ഛൻ എപ്പോഴും ഇതെടുത്ത് നോക്കും. കഴിഞ്ഞ 16 കൊല്ലങ്ങൾ അങ്ങനെയാ അച്ഛൻ തള്ളി നീക്കിയത്. അച്ഛനും അമ്മയും തമ്മിൽ ഇത്രയേറെ പിണങ്ങിയകലാൻ എന്താ സംഭവിച്ചത്? യശോദ പറഞ്ഞു തന്നിരിക്കുമല്ലോ അച്ഛന്റെ 100 കുറ്റങ്ങൾ. ഇല്ല, യശോദ മരിക്കുമ്പോ നീ ചെറിയ കുട്ടിയായിരുന്നു. കഥകൾ കേട്ട് മനസ്സിലാക്കാനുള്ള പ്രായം അന്നെന്റെ മോൾക്കായിട്ടില്ല. എന്റെ ഭാര്യയാവാൻ സത്യത്തിൽ നിന്റെ അമ്മയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു. ആരുടെയൊക്കെയോ സമ്മർദ്ദത്തിന് വഴങ്ങിയാണത്രേ അവൾ കല്യാണത്തിന് സമ്മതിച്ചതുപോലും. ഞങ്ങൾ ഒന്നിച്ചുള്ള ജീവിതം ആരംഭിച്ചത് മുതൽ അസ്വസ്ഥയായിരുന്നു അവൾ. തെറ്റെന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാം. ഇന്നത്തെ പോലെ ക്ഷമയും പക്വതയും അന്ന് എനിക്കുമില്ലായിരുന്നു. ഏതോ ചെറിയ കാരണത്തിൽ നിന്ന് തുടങ്ങിയതാണ് താളപ്പിഴ. എന്നെക്കുറിച്ചുള്ള എന്തോ സംശയമോ മറ്റോ. പിന്നെ പിന്നെ കാരണങ്ങൾ വലുതായി. മനസ്സുകൊണ്ട് അകന്നു കഴിഞ്ഞപ്പോ എന്തായിരുന്നു കാരണങ്ങൾ എന്ന് പോലും മറന്നു. നീ മാത്രമായിരുന്നു അന്നെന്റെ ഏക ആശ്വാസം. അതറിയാമായിരുന്നു നിന്റെ അമ്മ. 3 വയസ്സുള്ള നിന്നെയും എടുത്ത് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോ അത് അത്രത്തോളം ഉറച്ച തീരുമാനമായിരുന്നു എന്നെനിക്ക് മനസ്സിലായില്ല. കൂട്ടി യോജിപ്പിക്കാൻ കടപ്പെട്ടവരായിരുന്നു നിന്റെ മുത്തശ്ശനും അമ്മാവന്മാരും. അകൽച്ചയ്ക്ക് ആഴം കൂട്ടാനേ അവരും ശ്രമിച്ചുള്ളൂ. തെറ്റും ശരിയും ആരും നോക്കിയില്ല. ഇവിടുന്ന് പോയി 1.5 വർഷം കഴിഞ്ഞപ്പോ ടൈഫോയിഡ് പിടിച്ച് നിന്റെ അമ്മ മരിച്ചു. മരണത്തിന്റെ മുമ്പിൽ വാശിയും വൈരാഗ്യവും ഒക്കെ കളഞ്ഞ് അവളെ കാണാൻ ഞാൻ ചെന്നു. പക്ഷേ നിന്റെ മുത്തശ്ശൻ എന്നെ അങ്ങോട്ട് കടത്തിയില്ല. തളർന്ന മനസ്സും കുനിഞ്ഞ ശേഷമായി അന്ന് ആ പടിയിറങ്ങി പോരുമ്പോ അകത്ത മുറിയിൽ എവിടെയോ എന്റെ മോളുടെ കരച്ചിൽ അച്ഛൻ കേട്ടിരുന്നു. അതിനുശേഷമാണ് അച്ഛൻ ഹാർട്ട് പേഷ്യന്റ് ആയത്. എന്റെ മോളെ എന്നിൽ നിന്ന് അകറ്റിയതായിരുന്നു എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ശിക്ഷ. യശോദ എന്നോട് ചെയ്ത തെറ്റുകളോ ഞാൻ അവളോട് ചെയ്ത തെറ്റുകളോ ബാലൻസ് ഷീറ്റിൽ ഏതിനാണ് മുൻതൂക്കമെന്നറിയില്ല. നഷ്ടപ്പെട്ടത് എനിക്കായിരുന്നു, എനിക്ക് മാത്രം. കഴിഞ്ഞ 16 കൊല്ലങ്ങളായി എന്റെ മോളെ ഒന്ന് കാണാൻ അനുവദിക്കാതെ, ഞാൻ അയച്ച ഒരു കത്ത് പോലും തുറന്നു നോക്കാൻ അനുവദിക്കാതെ ശിക്ഷിച്ചത് ശിക്ഷകളേറ്റ് തളർന്നുപോയ ഈ അച്ഛനെയായിരുന്നു മോളെ. രേവതിയോട് ക്ഷമിക്കൂ അച്ഛ. എപ്പോഴേ ക്ഷമിച്ചു മോളെ. അച്ഛന്റെ മനസ്സിന്റെ വിഷമങ്ങളെല്ലാം മോള് തിരിച്ചു വന്ന് അന്നേ കഴിഞ്ഞില്ലേ. കുറെ നേരമായി ശ്രദ്ധിക്കുകയാണ്. ഭയങ്കര മെലോ ഡ്രാമ. എന്താ പഴയ ദുഃഖത്തിന്റെ ചുരമാന്തി തൃപ്തിയായ രണ്ടുപേർക്കും? രേവതിയുടെ അറിവിലേക്ക് ഒരു കാര്യം ഞാൻ പറയാണ്. ഇനി ഒരു ഉത്തരവ് ഉണ്ടാകുന്നവരെ ഈ മംഗലത്തെ തറവാട്ടിൽ കരയുന്നതും സങ്കടങ്ങൾ അയവിറക്കുന്നതും അതികർശനമായി നിരോധിച്ചിരിക്കുകയാണ്. ഈ ബാലമ്മാമന്റെ മൂടിക്കെട്ടിയ മുഖം ഒന്ന് തെളിഞ്ഞു കാണാൻ വേണ്ടിയാ ഹോസ്റ്റലിലേക്ക് എഴുതി ആ സിസ്റ്ററിന്റെ കൈയും കാലും പിടിച്ച് രേവതി ഇങ്ങോട്ട് കൊണ്ടുവന്നു. എന്നിട്ട് അച്ഛനെ സന്തോഷിപ്പിക്കുകയും ചിരിപ്പിക്കുന്നതിനും പകരം പുന്നാരമോള് കാണിക്കുന്ന വേല ചെയ്തു. അതിന് ഞങ്ങൾ കരഞ്ഞ് സങ്കടപ്പെട്ടൊന്നും ഇല്ലല്ലോ അല്ലേ മോളെ? പിന്നെ സൈസ് ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയെങ്കിലും ഞാൻ വളരെ കഷ്ടപ്പെട്ട് കുറച്ച് ഡ്രസ്സുകൾ വാങ്ങിക്കൊണ്ട് തന്നിരുന്നു. പക്ഷെ കഥാനായിക ഇപ്പോഴും പഴയ വേഷത്തിലാണല്ലോ ഇപ്പൊ. അത് ശരിയാണല്ലോ മോളെ. നീ എന്താ ഡ്രസ്സൊക്കെ ഇടാത്തത്? സൈസൊക്കെ ആൾട്ടർ ചെയ്ത് ശരിയാക്കുന്ന എന്ത് പറഞ്ഞല്ലോ. 2 കാരണങ്ങളെ ഞാൻ നോക്കിയിട്ട് കാണുന്നുള്ളൂ. ഒന്ന്, ഞാൻ വാങ്ങി തന്ന ഇഷ്ടമായി കാണില്ല. അല്ലെങ്കിൽ ഹോസ്റ്റലിലും കോൺവെന്റിലും ഒക്കെ കന്യാസ്ത്രീകളോട് താമസിച്ച് രേവതിയും ഒരു അര സന്യാസിനി ലൈനായി പോയി. അങ്ങനെയൊന്നുമില്ല, ഇട്ടില്ല എന്ന് മാത്രം. ഇനി ഇട്ടേക്കാം പോരെ. ആവൂ എന്റെ അമ്മേ, ഇന്ന് ഇടിവെട്ടും മഴ ഉറപ്പാ. അതെന്താ? അല്ല, വന്നിട്ട് ഇത്രയും ദിവസത്തിന് ശേഷം വാതുറന്നൊന്ന് സംസാരിച്ചല്ലോ. ഓ ഇന്ദു അകത്തില്ലേ, എനിക്ക് ആ പ്രിസ്ക്രിപ്ഷൻസ് നോക്കണം.
ബാലമ്മാവന്റെ മരുന്നിന്റെ ഡോസേജ് റിവേഴ്സ് ചെയ്യാൻ സമയമായി. നിങ്ങൾ അച്ഛനും ആളും കൂടെ കായൽ കാറ്റൊക്കെ ഇട്ട് സൊറ പറഞ്ഞിരുന്നോ? ഞാൻ പോയേക്കാം. ഗുഡ് മോർണിംഗ് നേഴ്സ്. ഈ പ്രായത്തെ വെറുതെ പുറത്തേക്ക് നോക്കിന്ന് സ്വപ്നം കാണുക ഒരു രോഗലക്ഷണമാണ്. അതിനിപ്പം മരുന്ന് വേണമെന്നില്ല. ഡോക്ടറെ കൂടെ തോന്നണ്ടേ? അല്ല, എന്താ ആലോചിച്ചുണ്ടെന്ന്? ഒന്നുമില്ല. എന്നെ പറ്റിയാണോ? പറ, കേൾക്കാൻ ഒരു സുഖത്തിന് വേണ്ടിയിട്ടാ. ബാലമാവനെങ്ങാനും വരും. അതേപ്പറ്റി പേടിക്കണ്ട. മോള് വന്നതിന് ശേഷം മൂപ്പർക്കിപ്പം നമ്മളൊന്നും വേണ്ടതായി. പിന്നെ ബാലമ്മാവന്റെ കാര്യങ്ങൾ നോക്കാൻ ഇപ്പൊ ഇവിടെ രേവതി ഉണ്ടല്ലോ. ഇനി ഒരു നേഴ്സിന്റെ ആവശ്യമുണ്ടോ? മറ്റേ നേഴ്സിംഗിന്റെയും കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് ഡോക്ടർമാരല്ലേ? എന്നാ ഡോക്ടർ തീരുമാനിച്ചിരിക്കുന്നു ഇവിടെ ഇപ്പൊ ഒരു നേഴ്സിന്റെ ആവശ്യമില്ലെന്ന്. എനിക്കാണെങ്കിൽ ക്ലിനിക്കിലെ പേഷ്യൻസ് ദിവസം തോറും കൂടി വരികയാണ്. ഒരു നേഴ്സിന്റെ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തേ പറ്റൂ. കുറച്ച് കഴിയട്ടെ, എന്നിട്ട് മതി. വലിയ ഡിമാൻഡ് ഒന്നും വെക്കണ്ട. ഇപ്പോഴേ അവിടെ ആപ്ലിക്കേഷൻസിന്റെ ലഹളയാണ്. പോരാത്തന്നെ ഏത് തരത്തിൽപ്പെട്ട നേഴ്സിനെ സംഘടിപ്പിച്ചു തരാമെന്ന് പറഞ്ഞ് ആ മാരേജ് അസംബ്ലർ കല്യാൺ കുമാർ പുറകെ നടക്കുകയാണ്. സമയം വരുമ്പോ ഞാൻ പ്രോപ്പർ ചാനലിലൂടെ അപേക്ഷിച്ചോളാം. പോരെ?